അവളുടെ ദിനങ്ങളുടെ അവസാന ദിവസമാണെന്ന് ലാസ്റ്റ് എപ്പിസോഡാണ് കൂട്ടുകാരെ. ബൈ സജന സച്ചു. ഓരോ നാളും കടന്നുപോയിക്കൊണ്ടിരുന്നു. നാളുകൾ പോകുന്നതിനനുസരിച്ച് നൗഷുവിൻ്റെ ഷാഹ്നാമോളുടെ വളർച്ചയും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. നൗഷുവിൻ്റെ പ്രായത്തിനും വ്യതിയാനം സംഭവിക്കുന്നു. എന്നാൽ നൗഷുവിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് മാത്രം വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തൻ്റെ പ്രശ്നങ്ങൾക്കും ദുഃഖത്തിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മനസ്സമാധാനത്തോടെ ഉള്ള ഒരു ജീവിതം നൗഷുവിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ കുടുംബ ബന്ധം അത്ര ഉറപ്പുള്ള ഒന്നായിരുന്നില്ല. ഇത്രയും അധികം സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ടും സോലയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. എന്നും പ്രശ്നപരിഹാരങ്ങൾ ഇല്ലാത്ത ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നൗഷു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. താൻ തൻ്റെ ഷാഹ്നാമോളെ കരുതിയാണ് എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നത്. എന്നാൽ സോലിഹ ആകട്ടെ അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ സോലിഹയെ പോലുള്ളവർ ഇങ്ങനെ ഒരു സ്നേഹസമ്പന്നനായ ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം തന്നെ ചെയ്യണം. എന്നാൽ ഇവരെ പോലുള്ളവർ അത് മനസ്സിലാക്കുന്നുമില്ല. നൗഷുവിനെ പോലുള്ളവരുടെ മനസ്സ് കാണാൻ കഴിയാതെ പോകുന്നു. മനസ്സമാധാനമില്ലാത്ത നൗഷുവിൻ്റെ ജീവിതം അങ്ങനെ ഓരോ നാളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ നൗഷു തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ആരോരുമില്ലാത്തവർക്ക് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ വീട്ടിൽ സ്വാലിഹയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. നല്ല ഹൃദയത്തിന് ഉടമയാണ് നൗഷു എങ്കിൽ മനസ്സ് കല്ലാക്കി വെച്ചിരിക്കുന്ന ഹൃദയത്തിന് ഉടമയാണ് സ്വാലിഹ. അങ്ങനെ ഒരു പേര് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിൻ്റെ ഗുണം വേണ്ടത് അതിന് ഉടമയായവളുടെ മനസ്സിനും ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാവുകയുള്ളൂ. ഒരു തരത്തിലും മനസ്സമാധാനം ഇല്ലാത്ത നൗഷുവിൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും എന്നാൽ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാവുന്നിടത്തോളം സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നൗഷുവിൻ്റെ ഒറ്റയാൾ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. തളരാതെ, കാലുകൾ പതറാതെ, മനസ്സ് കൈവിടാതെ മുമ്പോട്ട് പോയിട്ടേയിരിക്കുന്നു. നമുക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം നന്നാവാൻ പ്രാർത്ഥിക്കാം. അവളുടെ ദിനങ്ങൾ എന്ന എൻ്റെ ഈ നോവൽ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ സമാപനം കുറിക്കുന്നു. ബൈ സജന സച്ചു. മുമ്പോട്ടുള്ള എൻ്റെ ഓരോ പുതിയ നോവലിനും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എനിക്ക് ഇനിയും ആവശ്യമാണ് കൂട്ടുകാരെ. ലൈക്ക് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. ആരുമറിയാതെ ചിരിതൂകും താരകളറിയാതെ അമ്പിളിയറിയാതെ ഇളം തെന്നലറിയാതെ യാമിനിയിൽ ദേവൻ മയങ്ങി ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലി പിടങ്ങി.